ഈ മനുഷ്യൻ മരണമെത്തി എന്നറിയാൻ വല്ല വഴിയുണ്ടോ? അടയാളമുണ്ടോ? നിങ്ങൾക്കൊക്കെ പോകാൻ സമയമായോ ഇല്ലയോ എന്നറിയാൻ വഴിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ, നിങ്ങളുടെ കാര്യം. ബൈക്കിൻ്റെ മുകളിൽ ഇരിക്കണ കാക്കാമാരൊക്കെ കേട്ടോ, സ്വർഗം കണ്ണിൻ്റെ മുന്നിൽ കാണുമ്പോൾ കയറിയിരിക്കാൻ വയ്യാതിരിക്കുക അല്ലേ? ഇരുന്നോ ഇൻഷാ അല്ലാ. ആഗ്രഹം എന്താ വക? എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. എന്നാൽ ദുനിയാവി സ്വർഗം കണ്ട് കയറിയിരി ഇല്ലല്ല, ഞാൻ വെളിയിൽ നിൽക്കത്തുള്ളൂ പടച്ചോനെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഈ അടയാളം കേട്ടിട്ട് ഇരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്ക്. 3 അടയാളം. ഈ 3 അടയാളം വന്നിട്ടുണ്ടെങ്കിൽ ക്ലാപ്പന പള്ളിയിൽ കവർ വെട്ടാൻ സമയമായി. അള്ളാഹു നന്നാവാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിനക്ക് കുഴി വെട്ടാൻ സമയമായോ ഇല്ലയോ എന്ന് അറിയാനുള്ള വഴിയാ. ഇങ്ങോട്ട് നോക്ക്, തിരിഞ്ഞു നോക്കാതെ മനുഷ്യന്മാരെ ഇങ്ങോട്ട് നോക്ക്. ഒന്ന് ബയാലു ശഅരിക ബഅദ സവാദിഹി. നല്ലതുപോലെ നോക്ക്, തലയിലും താടിയിലും ഒന്ന് നോക്കിക്കോ. എൻ്റെ ഉമ്മപെങ്ങന്മാരെല്ലാവരും തലയിൽ നോക്ക്. നിന്റെ തലയിലെ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ കുഴി വെട്ടാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. തലയിലും താടിയിലൊക്കെ ഇങ്ങനെ നോക്കണം വല്ലപ്പോഴും, വല്ല വെള്ളയും കാണുന്നുണ്ടോന്ന്. വെളുത്ത രോമം വല്ലതും കാണുന്നുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചോ, കടം വീട്ടേണ്ടവരൊക്കെ വീട്ടിക്കോ, തൗബ ചെയ്യണമെങ്കിൽ ഇത് ചെയ്തോ. ചിലപ്പോൾ സമയം കിട്ടൂല, പെട്ടെന്ന് പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ എന്താപ്പാ അല്ലേ, മുടി നരയ്ക്കാം ഉസ്താദ്. ഇപ്പം പാവം എല്ലാം നരച്ചിരിക്കാം. നിങ്ങൾക്ക് നരച്ചിട്ടുണ്ട്, പേടിക്കണ്ടട്ടാ. ഉസ്താദിന്റെ പിന്നെ മൊത്തം നരച്ചിരിക്കാം. പാവം അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മുടി നരയ്ക്കുക മനുഷ്യൻ, നീ ക്ലീൻ ഷേവ് ചെയ്തിട്ടടക്ക അല്ലേ? പലരും ക്ലീൻ ഷേവ് ചെയ്തിട്ട്, ചെറുപ്പക്കാരൻ നിന്റെ പെണ്ണമ്പിള്ള പറയും ഇക്ക പിഴുതേരക്ക ഇല്ലേ, മുടി പിഴുത് കളയ അല്ലേ? മരണത്തിന്റെ 1ാമത്തെ അടയാളവാ. ഒന്ന് നല്ലതുപോലെ നോക്ക്, ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നന്നായിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2ാമത്തെ അടയാളം, അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അസുഖമില്ലാത്ത, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ബിപിയും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും രോഗമുണ്ട്. ഇന്ന് രോഗം ഇല്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോഡൽ. ഇന്ന് രോഗം എന്ന് പറയുന്ന ഒരു ഫാഷനാ. ചോദിക്കടാ കൊളസ്ട്രോൾ ഇല്ലേടാ? ഇല്ല. എന്ത് മനുഷ്യനടാ നീ, കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ എന്തില്ലേ? നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ അടയാളവാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3ാമത്തെ അടയാളം, പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും വയ്യ. കസേരയിലെ അവസ്ഥ, നിസ്കാരം നടുവേദനയാ. കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കണേ, കുനിയാൻ വയ്യ. അള്ളാഹുബെ പടച്ചൻ ഇങ്ങനെ നെഞ്ചുവിരിച്ച് നടന്ന മനുഷ്യനെ ഇപ്പം ഇങ്ങനെ കുനിഞ്ഞു തുടങ്ങി, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏകദേശം തീരുമാനമായില്ലേ? ഇന്ന് നേരം വെളുപ്പിച്ച് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെറുപ്പക്കാരൻ ഇരുന്ന് ചിരിക്കുന്നു. സിറാജ് ഉസ്താദെ, എൻ്റെ മുടി നരച്ചില്ല ഉസ്താദെ, എൻ്റെ മുടിയും നരച്ചിട്ടില്ല, എനിക്കൊരസുഖവും ഇല്ല, ഞാൻ ഇപ്പോഴും യുവത്വ ഗ്ലാമറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എടാ അനിയ, ചിരിക്കാൻ വരട്ടെ. ഇത് 3ഉം വേണോന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടാ. മുടി നരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇതൊന്നും വേണ്ട, ഒറ്റയടിക്ക് അങ്ങ് പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിക്കുന്ന സമയം എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര വലിയ കഴിവുള്ളവനാകണം, പണ്ഡിതനാകട്ടെ, ഏതൊരു മനുഷ്യനാണെങ്കിലും മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദിക്ർ ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞ സ്വർഗമാണ്. ലക്ഷക്കണക്കിന് പ്രാവശ്യം വേണ്ട, കോടിക്കണക്കിന് പ്രാവശ്യം വേണ്ട. ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച് കടന്നു വരുമ്പോ ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞാ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞാൽ, ഇത് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ കിട്ടിയവർക്കല്ലാതെ പറയാൻ കഴിയില്ലെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ മോഹമുണ്ടോ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആഗ്രഹമുണ്ടോ? 2 കാര്യങ്ങളോടുള്ള ആർത്തി കളഞ്ഞാൽ, 2 കാര്യങ്ങൾ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ 2 കാര്യങ്ങളോടുള്ള ആഗ്രഹം കളഞ്ഞാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കണം, ഞാൻ നിർത്തിയേക്കും കേട്ടാ. ബോറടിച്ച് തുടങ്ങുമ്പോൾ പറയണം. 1 ഇൻഷാ അല്ലാഹ് 2 കാര്യം പറ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഈമാനോടുകൂടി മരിക്കാൻ നിനക്ക് മോഹമുണ്ടോ? നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് വലിച്ചെറിയേണ്ട 2 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അത് പണത്തിനോടുള്ള ആർത്തിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പണത്തിനോടുള്ള മോഹം കളഞ്ഞാൽ, സമ്പത്തിനോടുള്ള ആർത്തി കളഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, എത്ര വലിയ ദരജയിലെത്തിയ മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാണ്. നമസ്കാരം കഴിയുമ്പോ സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാണ്. അള്ളാന്റെ റസൂൽ എല്ലാ ദിവസവും ഈ കാഴ്ച കാണുകയാ. അള്ളാഹുവിന്റെ പ്രവാചകർ ഒരു ദിവസം എഴുന്നേറ്റ് പോകുമ്പോ അവിടുന്ന് ചോദിച്ചു, സഅലബ, നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടുകയാണല്ലോ, നിനക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനൊന്നുമില്ലേ? ആ സമയത്ത് സഅലബ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ചോദിക്കാൻ ഒരുപാട് കാര്യമുണ്ട് നബിയേ. പിന്നെ എന്തിനാണ് ഇറങ്ങി ഓടുന്നതെന്നറിയുമോ? ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്നത് എന്റെ ഭാര്യ കാത്തു നിൽക്കുകയാ നബിയേ. എന്തിനെന്നറിയോ? ഞാനൊരു പാപപ്പെട്ടവനാ നബിയേ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം കൊണ്ടുപോയി എന്റെ ഭാര്യക്ക് കൊടുത്തിട്ട് വേണം അവൾക്കത് ധരിച്ചിട്ട് നിസ്കരിക്കാറ്. എനിക്കും എന്റെ ഭാര്യക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ല നബിയേ. ഞാൻ പാപപ്പെട്ടവനാ നബിയേ. എനിക്കൽപ്പം പണം കിട്ടാറ്, എനിക്കൽപ്പം സമ്പത്ത് കിട്ടാറ്, ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, സഅലബ, അല്ലാഹുവേ, ഒരേ ഒരു വസ്ത്രം ഭാര്യക്കും ഭർത്താവിനും ധരിക്കാറ് ആ പാവപ്പെട്ടവനാണ് പറഞ്ഞത്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, പണം വേണ്ട സഅലബ, പണം വേണ്ട സഅലബ, പണം കൂടിയാ നീ അല്ലാഹനെ മറക്കും, പണം കൂടിയാ നീ അല്ലാഹനെ മറക്കും. സഅലബ ചോദിച്ചു, നബിയേ, ഞാൻ അങ്ങയുടെ അനുചരനല്ലേ, ഞാൻ അങ്ങയുടെ അനുചരനല്ലേ, ഞാൻ അല്ലാഹനെ മറക്കുവോ നബിയേ, ഞാൻ അല്ലാഹനെ മറക്കുവോ നബിയേ? എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നോ, ഞാൻ പാപങ്ങൾക്ക് കൊടുക്കുമല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുമല്ലോ. പ്രവാചകൻ പറഞ്ഞു, വേണ്ട സഅലബ, എവിടെ വെച്ച് കണ്ടാലും സഅലബ അല്ലാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യാ പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തു. സഅലബയ്ക്ക് അല്ലാഹു അനുഗ്രഹം നൽകുകയാണ്, അല്ലാഹു ബർക്കത്ത് നൽകുകയാണ്. സഅലബയ്ക്ക് പണം കൂടി. 5 നേരം പടച്ചറപ്പിന്റെ പള്ളികളിൽ വന്ന് നിസ്കരിച്ച സഅലബയുണ്ടല്ലോ, പിന്നെ സമയമില്ലാതായി. 5 4 3 2 1 പിന്നെ പള്ളിയിൽ വരാതെയായി. ആഴ്ചയിൽ ഒരിക്കലായി, മാസത്തിൽ ഒരിക്കലായി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകെ നിന്ന് നിസ്കരിച്ച സഹാബിയാ. പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞ സഹാബിയാ. ഈ സഹാബിയെ മറ്റുള്ളവർ വിളിച്ചിരുന്നത് പള്ളിയുടെ മാടപ്രാവെന്ന്, പള്ളിയുടെ മാടപ്രാവെന്ന് പേര് വിളിച്ച സഅലബ അവസാനം ഒരു കാഫിറിനെ പോലെ ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, പണത്തിനോടുള്ള ആർത്തി വേണ്ട, സമ്പത്തിനോടുള്ള മോഹം വേണ്ട. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ. അത് പിടിച്ചു പറിച്ചിട്ടാകട്ടെ, കള്ളത്തരം കാണിച്ചിട്ടാകട്ടെ, പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ട് പെട്ടെന്ന് പണക്കാരനാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കഞ്ചാവ് കൊടുത്തിട്ടാകട്ടെ, കൊട്ടേഷൻ പണി നടത്തിട്ടാകട്ടെ, എന്റെ പ്രിയപ്പെട്ട യുവത്വരേ,
എല്ലാവരും പണം പണം എന്ന് പറഞ്ഞുകൊണ്ട് അത് വാരിക്കൂട്ടാനുള്ള പരക്കം പാച്ചിലില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആർക്ക് വേണമെടാ പൊന്നുകൂറ്? നിന്റെ വാപ്പ പോയപ്പോ എന്തുകൊണ്ട് പോയടാ? നിന്റെ ഉമ്മ പോയപ്പോ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ഉമ്മയും ബാപ്പയും പോയടാ. നിനക്കെന്ത് കൊണ്ടുപോനാ മുന്നുകൂറ്? നീ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം ധരിച്ച് പണക്കാരനായ നിന്റെ പ്രിയപ്പെട്ട ബാപ്പാട് 6 മണ്ണിനകത്ത് കൊണ്ടുവച്ചിട്ട് പിടിമണ്ണ് വാരി എറിഞ്ഞത് മറക്കല്ലോ യുവത്തവേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, പടച്ചവരെ പണമാണ് വേണ്ടത്. പണമെന്ന് പറഞ്ഞിട്ട് ഏത് വഴിയിലൂടെയും തന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവരാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. പലിശക്കെടുക്കുന്നവരുണ്ട്, പടച്ചവരെ പലിശ കച്ചവടം നടത്തുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്ക് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പണം കൊണ്ടെന്ത് നേടാരാ? സമ്പത്ത് കൊണ്ടെന്ത് നേടാരാ? എന്റെ പ്രിയപ്പെട്ടവർക്ക് പഠിക്കാനൊരു പണക്കാരന്റെ ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളികളിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ മിസ്അബ് റളിയല്ലാഹു തആല നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ മിസ്അബിനെ കാണുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ താഴേക്ക് വീഴുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനിരുന്ന് കരയുന്നത് കണ്ടപ്പോ അടുത്തു നിന്നിട്ട് ചോദിക്കുന്നു, നബിയേ, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിസ്അബേ, നിന്റെ പഴയകാലം എനിക്ക് ഓർമ്മ വന്നു മിസ്അബേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാടാ പൊന്നുപോരെ മിസ്അബ്? പഠിക്കേണ്ട ചരിത്രമാണ്. ആരാണ് മിസ്അബ് റളിയല്ലാഹു തആല എന്നറിയോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. സ്വർണത്തിന്റെ വസ്ത്രമാടാ ധരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും സ്വർണത്തിന്റെ വസ്ത്രം ധരിക്കാറില്ല. സാക്ഷാൽ അംബാനി പോലും ധരിക്കാറില്ല, യൂസഫിന് ധരിക്കാറില്ല. എങ്കിലും മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഒരു സുഗന്ധം ഒരിക്കലേ നോക്കൂ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നുപോയാ മുന്നിലും പുറകിലും അടിമകൾ ഇങ്ങനെ നടക്കുമായിരുന്നു. മിസ്അബ് റളിയല്ലാഹു തആല കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങള്, സുന്ദരികളായ പെണ്ണുങ്ങള് റോഡിന്റെ ചാരത്ത് വന്ന് കാത്തിരിക്കുമായിരുന്നു. യുവത്തവേ, ഈ കോടീശ്വരന്റെ മകനായ മിസ്അബ് റളിയല്ലാഹു തആല ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഉപദേശം കൊടുത്തു. അവസാന പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ആരുമറിയാതെ മുസ്ലിമായി നടക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? മിസ്അബ് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്, മിസ്അബ് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെയായിരുന്നു. ഉമ്മാനെ വല്ലാത്ത പേടിയാ, ഉമ്മാനെ വല്ലാത്ത പേടിയാ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് നിന്ന് മിസ്അബ് ഇറങ്ങി വരുന്നത് വീട്ടിലെ ഒരു പണിക്കാരൻ കണ്ടു. ഉമ്മാന്റെ അടുക്കൽ പോയി പറഞ്ഞു, എന്റെ പ്രിയമുള്ള യുവത്വേ, മിസ്അബ് റളിയല്ലാഹു തആല വീടിന്റെ അകത്ത് കെട്ടിക്കിട്ടിരിക്കുകയാണ്, പട്ടിണിക്കിട്ടിരിക്കുകയാണ്. വീട്ടിലെ പണിക്കാർ മുഴുവനും മിസ്അബിനെ തല്ലുകയാ. ഉമ്മയാണ് തല്ലാ പറയുന്നത്. അല്ലാഹുവേ, മുസ്ലിമായതിന്റെ പേരില് മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പട്ടിണിക്കിട്ട് തല്ലിച്ചെടുക്കുകയാ. എന്ത് ചെയ്തിട്ടും തന്റെ പെണ്ണുമകനെ മാറ്റമില്ലാതെ വന്നപ്പോ അവസാനം മിസ്അബിനെ തല്ലി ചതച്ചിട്ട് വീടിന്റെ വെളിയിലേക്ക് കൊണ്ട് വലിച്ചെറിയുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നിറങ്ങി പോകുമ്പോ ഉമ്മ വിളിച്ചു, മിസ്അബേ, ഇവിടെ നിന്നിറങ്ങിപ്പോയാ
കൊടുത്താൽ എന്റെ സമ്പത്തിൽ നിന്ന് ഒരൽപ്പം പോലും നിനക്ക് തരില്ല മിസ്സബേ. ഈ മക്കയുടെ പകുതിയും എന്റേതാടാ, ഈ മക്ക രാജ്യത്തിന്റെ പകുതിയും എന്റേതാ. നിനക്കെന്റെ സമ്പത്തിൽ നിന്ന് ഒരൽപ്പം പോലും നിനക്ക് തരില്ല എന്ന് പറയുമ്പോ മിസ്സബ് അല്ലാഹു തആല എഴുന്നേറ്റ് നിന്ന് ധരിച്ചിരുന്ന കമീസോറുകയാണ്, ഇട്ടിരുന്ന വസ്ത്രമൂറുകയാണ്. എന്നിട്ട് തന്റെ ഉമ്മായുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഉമ്മാ ഇത് നിങ്ങളുടെയാണ്, ഇത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് വാങ്ങിയതാണ്, എനിക്കിതുപോലും വേണ്ട. ധരിച്ചിരുന്ന വസ്ത്രമൂരി തന്റെ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോ ഉമ്മ പറഞ്ഞു, മിസ്സബേ ഇനി ഒരിക്കപ്പോലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ, എന്നെ ഉമ്മ എന്ന് നീ ജീവിതത്തിൽ ഒരിക്കപ്പോലും വിളിക്കാ പാടില്ല. ഞാൻ മരിച്ചാ പോലും വരല്ലേടാ, ഞാൻ മരിച്ചാ പോലും എന്നെ കാണാ വരല്ലേ. ഒരിക്കലും നീ നന്നാകില്ലടാ, ഒരിക്കലും നീ നന്നാകില്ലടാ. അല്ലാഹു തആല വേദനിക്കുന്ന മനസ്സോട് അല്ലാഹു എവിടെ നിന്നിറങ്ങി പോവുകയാണ്. എന്തിനാണ് പ്രവാചകരെ കരഞ്ഞതെന്നറിയോ? ഈ മിസ്ബറി അല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു അല്ലാഹുവേ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ധരിക്കാ വസ്ത്രമില്ല, ധരിക്കാ വസ്ത്രമില്ല, ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയോ? 62 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസ്സബെന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് 62 സ്ഥലങ്ങളെ തച്ചു വെച്ചിരിക്കുകയാണ്. ഈ പുതപ്പും ധരിച്ചാണ് കടന്നു വന്നത്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മിസ്സബേ എന്റെ കോലമാനിസബേ നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടൂ? ആ സമയത്ത് പറയുന്നു, യാ റസൂലല്ലാഹ് എന്തിനാണ് ഇതുപോലെ നടക്കുന്നതെന്നറിയോ? സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാരാ, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാരാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടില്ല എന്ന് പറഞ്ഞു മരിക്കാനുള്ള മോഹം കൊണ്ടാരബിയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഹാബത്ത് മുഴുവനും ജനാസകൾ ഇങ്ങനെ അതാ കഫൻ പൊതിയുമ്പോ ഒരു ജനാസ ചുമന്നുകൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു ജനാസയുമായി സഹാബത്തോടുകയാണ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ ജനാസ കൊണ്ടുവച്ചു. ആരുടെ ജനാസ എന്നറിയോ? മഹാനായ മിസ്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയാ. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ് മയ്യത്ത് പൊതിയാൻ തുണി തികയുന്നില്ല നബിയേ. സ്വർണ്ണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് മിസ്ബെന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടുന്ന് തലപതിയുമ്പോ കാലുപൊളിയില, കാലുപതിയുമ്പോ തലപൊളിയില. പടച്ചവനെ കഫൻ പൊതിയാനുള്ള തുണി പോലും തികയാതെ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകര് അവിടുന്ന് പറഞ്ഞു, സഹാബാ തലപൊതി സഹാബ, തലപൊതി സഹാബ. സഹാബത്ത് കഫൻ പൊതിയുകയാണ്. 2 കാലും വെളിയിൽ കിടക്കുകയാ. കാലിൽ പൊതിയാ തുണിയില്ല, കാല് പൊതിയാ കഫൻ തുണിയില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകർ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, സഹാബ പുല്ല് പറിച്ചു കൊണ്ടുവാ സഹാബ, പുല്ല് പറിച്ചു കൊണ്ടുവാ സഹാബ. പുല്ല് കുറിച്ചു കൊണ്ടുവന്ന് മിസ്ബെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാലിൽ വെച്ചിട്ട് അവിടുന്ന് പൊതിയുകയാ, അവിടുന്ന് കെട്ടുകയാ. അവസാനം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. 6 മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ മിസ്ബെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാലിൽ കെട്ടിവെച്ചിരുന്ന പുല്ലുണ്ടല്ലോ, അതങ്ങടിഞ്ഞു വീഴുകയാ, അതങ്ങടിഞ്ഞു വീഴുകയാ. ജനാസ കയ്യിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് കരയുകയാണ്. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ വാല് കേൾക്കാൻ ഒഴുകിയെത്തിയ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ?
നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുർ ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മോനെ മരിച്ചാൽ ഇതുപോലെ മരിക്കണമടാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മിസ്സബ് പോയതുപോലെ പോകണമടാ. പടച്ചുറപ്പ് തന്ന ജീവിതം അല്ലാതെ കൊടുത്തിട്ട് പകരം സ്വർഗം നാകി മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പണത്തിന്റെ പുറകെ ഓടല്ലോ, സമ്പത്തിന്റെ പുറകെ ഓടല്ലോ. അത് നിന്റെ നാശമാ, അത് നിന്റെ നാശമാ. അല്ലാഹുവേ പടച്ചവരകന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ അറിയില്ല, പണത്തിനോട് വല്ലാത്ത ആർത്തിയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. വിശക്കുന്ന വയറോട് പ്രവാചകൻ ചോദിച്ചു, ആയിഷ കടിക്കാൻ വല്ലതും തായിഷ. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം ചോദിക്കുകയാണ്. അള്ളാന്റെ റസൂല് ഭക്ഷണം ചോദിക്കുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നിന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂലിന് കാര്യം മനസ്സിലായി, കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് മനസ്സിലായി. പ്രവാചകൻ പറഞ്ഞു, ആയിഷ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തായിഷ. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ മുഖം പൊത്തിപ്പിടിച്ചിട്ട് നിന്ന് കരയുകയാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കുടിക്കാൻ അല്പം വെള്ളം കൊടുക്കാൻ പോലുമില്ല. അള്ളാന്റെ റസൂല് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ കരയല്ലേ ആയിഷ, ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ. അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥയാ. ആയിഷാ ബീവി പറയുന്നുണ്ട്, എന്റെ വീടിനകത്തെങ്ങാനും വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു സഹാബോ. വിളക്കിലൊടിക്കുന്ന എണ്ണയെടുത്ത് കുടിക്കണമെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 11, വൈകുന്നേര സമയമായപ്പോ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാന്റെ റസൂൽ അവിടുന്ന് വിളിക്കുന്നു, ആയിഷ എന്റെ വിളക്ക് കത്തിക്കാത്തത്? ആയിഷാ ബീവി മാറി നിന്ന് കരയുകയാണ്. കാരണം എന്തെന്നറിയുമോ? വിളക്കിലൊടിക്കുന്ന എണ്ണയില്ല, വിളക്കിലൊടിക്കുന്ന എണ്ണയില്ല. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ എന്റെ വിളക്ക് കത്തിക്കാത്തത്? യാ റസൂലല്ലാഹ്, വിളക്കിലൊഴിക്കാൻ എണ്ണയില്ല നബിയേ. വിളക്കിനകത്തൊടിക്കാനുള്ള എണ്ണ പോലുമില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടന്നു പോകുമ്പോ മറൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തിനാ പട്ടിണി കിടക്കുന്നത്? കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ, കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ. ഈ കാണുന്ന ഉഹദ് മലയുണ്ടല്ലോ, ഞാൻ സ്വർണ്ണമാക്കി തരാ നബിയേ, കൊണ്ട് നടക്കണ്ട, കൂടെ വരും നബിയേ. ഈ സ്വർണ്ണമല എവിടെ പോയാലും കൂടെ വരും നബിയേ, ഒന്ന് അനുവാദം തരുവോ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ജിബ്രീൽ, എനിക്ക് പണം വേണ്ട ജിബ്രീൽ, എനിക്ക് സമ്പത്ത് വേണ്ട ജിബ്രീൽ. ഒരു പാവപ്പെട്ടവനെ പോലെ ജീവിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ എനിക്ക് വഫാത്താകണം എന്ന് അള്ളാന്റെ റസൂല് പോലും പറഞ്ഞു പോയെങ്കില് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ മോഹമുണ്ടോ വാപ്പാ? സമ്പത്തിനോടുള്ള മോഹം കളഞ്ഞാൽ നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാരന്റെ മയ്യത്ത് പൊതിയാൻ പോലും തുണിയില്ലായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പണമുണ്ടാക്കാൻ ഇങ്ങനെ കിടന്ന് ആരും പരക്കം പായണ്ട. ഹറാമും ഹലാലും ആരും നോക്കാറില്ല, ഹലാലാണോ ഹറാമാണോ നോക്കാറില്ല.
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരുടെയെങ്കിലും വീട്ടിൽ 2 പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ആയുസ് അല്ലാഹു കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ പീഠം വെക്കൂ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 തെറ്റുകൾ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ ആയുസ് കുറച്ചു കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. 2 തെറ്റുകളിൽ ഒന്നാമത്തെ തെറ്റ്, ഹറാമായ സമ്പത്ത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അള്ളാഹു നിന്റെ ആയുസ് കുറച്ചു കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുക, ഭർത്താവിന് ലോട്ടറി എടുക്കുന്ന സ്വഭാവം, കള്ള് കച്ചവടം അല്ലെങ്കിൽ പലിശക്കെടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നീ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞേക്കണം, മനുഷ്യ തിരുത്തിക്കോ, നിർത്തിക്കോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ല, നീയും നിന്റെ ഭർത്താവിൻ്റെ കൂടെ കൂടിയ ആ മനുഷ്യൻ്റെ മയ്യത്ത് കാണാനും നീ തയ്യാറെടുത്തു. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചിലർക്ക് മരണം പറഞ്ഞാലും ഖബറ് പറഞ്ഞാലും നരകം പറഞ്ഞാലും പരലോകം പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയ. ഇതിൻ്റെ പുറകെ പോയിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? പണത്തിൻ്റെ പുറകെ പോയിട്ട് ഒന്നും കിട്ടാനില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, ഈ പണത്തിൻ്റെ പുറകെ പോയാൽ പറ്റുന്ന ഒരു അബദ്ധം ഞാൻ പഠിപ്പിക്കാം. ഒരു കഥ പറഞ്ഞു തരാം, കേൾക്കൂ. ഒരു കഥ പറഞ്ഞാൽ കേൾക്കാൻ സമയമുണ്ടോ? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. എന്താ പറയാൻ പറ്റൂലേ? നബിയുടെ പേരല്ലേ പറഞ്ഞേ, അലൈഹിസ്സലാം. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനും വരുന്ന നബിയെ, എന്നെ കൂടെ കൊണ്ടുപോകണം. ഈസാ നബി യാത്ര പോകുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകണം. ഈസാ നബി പറഞ്ഞു, എൻ്റെ കൂടെ കൂടിക്കൊള്ളാൻ. 2 പേരും കൂടി ഇങ്ങനെ യാത്ര തുടങ്ങി. 2 പേരും കൂടെ പോകുമ്പോൾ ഒരു ചെറിയ ഒരു ഗ്രാമത്തിലൂടെ കയറിയിട്ട് വേണം പോകാൻ. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യനും കടന്നു ചെന്നപ്പോൾ അള്ളാഹുവേ, ആ ഗ്രാമവാസികൾക്കൊക്കെ വല്ലാത്ത സന്തോഷം. പ്രവാചകനാണല്ലോ, ഓടി വന്ന് മുസാഫഹത്ത് ചെയ്തു, വലിയ സ്വീകരണങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഈ കൂടെ വന്ന മനുഷ്യന്റെ കയ്യിൽ പോകുന്ന വഴിയിൽ കഴിക്കുന്നതിന് വേണ്ടി ഒരു 3 ചപ്പാത്തി എടുത്ത് പൊതിഞ്ഞിട്ട് ഈ മനുഷ്യന്റെ കൈ കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യനോട് ഇങ്ങനെ ആൾക്കാരോട് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 3 ചപ്പാത്തി കൊണ്ടു കൊടുത്തപ്പോൾ ഈ മനുഷ്യനാണെങ്കിൽ അതിലെ ഒരെണ്ണം എടുത്തങ്ങ് തിന്നു. ഈസാ നബി കാണാതെ തിന്നു. അവസാനം ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര നടന്നു പോകുമ്പോൾ ഈസാ നബി അവിടെ നിന്ന് ഈ കൂടെ വന്ന മനുഷ്യനോട് ചോദിച്ചു, അവിടെ നിന്ന് എന്ത് തന്നു? ചപ്പാത്തി തന്നു നബിയെ. എത്ര എണ്ണം തന്നടാ? 2 എണ്ണമേ തന്നുള്ളൂ നബിയെ. ഈസാ നബി ചോദിച്ചു, 3 എണ്ണം തന്നില്ലേ? ഇല്ല, 2 തന്നുള്ളൂ. കള്ളം പറഞ്ഞു. കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സമുദ്രത്തിന്റെ മുന്നിലെത്തി. അക്കരയ്ക്ക് പോകാൻ ഒരു വഴിയുമില്ല. ഈ മനുഷ്യൻ ഈസാ നബിയോട് ചോദിച്ചു, നമ്മൾ എങ്ങനെ പോകും? ഈസാ നബി പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ പിടിക്കാൻ. കയ്യിൽ പിടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഈ സമുദ്രത്തിന്റെ മുകളിലൂടെ റോഡിലൂടെ നടന്നു പോകുന്ന പോലെ 2 പേരും നടന്ന് അക്കരയിലെത്തി. 2 പേരും നടന്ന് അക്കരയിലെത്തിയപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതം പടച്ചവനെ, സമുദ്രത്തിന്റെ മുകളിലൂടെ നടന്നു വരുന്നല്ലോ, വല്ലാത്ത അത്ഭുതം. ഈസാ നബി ചോദിച്ചു, അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 എണ്ണേ തന്നുള്ളൂ നബിയെ. നിങ്ങൾ മനസ്സിലാക്കണം, വെള്ളത്തിന്റെ മുകളിലൂടെ ഈസാ നബി നടന്ന് കാണിച്ചിട്ടാ ചോദിച്ചത്, എത്ര തന്നു? 2 തന്നുള്ളൂ. ഈസാ നബി മിണ്ടിയില്ല. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു എന്നപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, വിശക്കുന്നു നബിയെ, വിശക്കുന്നു. ഈസാ നബി ഒരു മാനിനെ പിടിച്ചു, അറുത്തു, ചുട്ടു. 2 പേരും കൂടെ നല്ലതുപോലെ കഴിച്ചു. 2 പേരും വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചു. ഈ എല്ല് മുഴുവനും വാരി വെച്ചിട്ട് ഈസാ നബി ഇതിന്റെ മുകളിൽ കൈവച്ചിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറഞ്ഞു തീരുമ്പോ ഈ തിന്ന മാൻ എഴുന്നേറ്റ് ഓടുക. ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതം പടച്ചവനെ, വല്ലാത്ത അത്ഭുതം. അപ്പോഴും ഈസാ നബി ചോദിച്ചു, അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 എണ്ണേ തന്നുള്ളൂ നബി. അപ്പോഴും കള്ളം പറഞ്ഞു. കുറച്ച് മുന്നോട്ട് നടന്നുപോയി. ഒരു മരുഭൂമിയിലെത്തിയപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ മണ്ണ് വാരിക്കൂട്ടാൻ പറഞ്ഞു. 3 കൂന ഇങ്ങനെ മണ്ണ് വാരിക്കൂട്ടി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ 3 സ്വർണ്ണക്കട്ടയായിട്ട് മാറി. 3 സ്വർണ്ണക്കട്ടയായി. ഈസാ നബി പറഞ്ഞു, 1 എനിക്ക് 1 നിനക്ക്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, നബിയെ, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, ഈ 3-മത്തത് ആർക്കുള്ളതാ? നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, ഈ 3-മത്തത് ആർക്കുള്ളതാ? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 എണ്ണം തിന്നവനുള്ളതാ,
ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി സത്യം ഞാനാ നബി, ഒരെണ്ണം ഞാനെടുത്ത് തിന്നു നബി. നിങ്ങൾ ആലോചിക്ക്, വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു കാണിച്ചു, പറഞ്ഞില്ല. തിന്ന ഒരു ജീവിക്ക് ജീവൻ കൊടുത്തു കാണിച്ചു, പറഞ്ഞില്ല. എന്നാ സ്വർണം കാണിച്ചപ്പോൾ, ദുനിയാവ് കാണിച്ചപ്പോൾ ഇവൻ സത്യം ചെയ്തിട്ട് പറഞ്ഞു ഞാനാ എടുത്തേന്ന്. ഈസാ നബി പറഞ്ഞു, 3 നീ എടുത്തോടാ, എനിക്ക് വേണ്ട. ഈ സ്വർണ്ണക്കട്ട മുഴുവനും നീ എടുത്തോ. ഈ മനുഷ്യൻ ആർത്തിയോടുകൂടി ആ സ്വർണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ 3 ചെറുപ്പക്കാര് ഇങ്ങനെ ഒരു കുതിരയുടെ മുകളിൽ വരിക. 3 ചെറുപ്പക്കാര് വരുമ്പോ ഒരുത്തൻ സ്വർണമായിട്ടിരിക്കുക, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ആ കാലഘട്ടമാണ്. 3 പേരും കൂടെ ഇവനെ തല്ലിക്കൊന്നു. ഇവനെ തല്ലിക്കൊന്നിട്ട് ഇവരെല്ലാവരും കൂടെ സ്വർണം പങ്കിട്ടെടുത്തു. എടുത്തു കഴിഞ്ഞപ്പോ ഒരാള് പറഞ്ഞു നല്ല ക്ഷീണമുണ്ട്, ഒരാള് പോയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിച്ചിട്ട് സന്തോഷത്തോടെ പിരിയാം. അങ്ങനെ 2 പേര് സ്വർണത്തിന്റെ കാവലിരുന്നു. ഒരു മനുഷ്യൻ ഭക്ഷണം വാങ്ങാൻ പോയി. ഇവനിങ്ങനെ ഭക്ഷണം വാങ്ങാൻ പോകുമ്പോ ഈ കാവലിരുന്ന 2 പേരിൽ ഒരുത്തൻ പറഞ്ഞു, അളിയ, ഇവൻ ഭക്ഷണവുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവനെ അങ്ങ് തല്ലിക്കൊന്ന നമുക്ക് 2 പേർക്കൂടെ അവൻ്റെ തങ്ങെടുക്കാമല്ലോ, എന്തിനാ വെറുതെ കൊടുക്കണേ? ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോ ഇവനെ കൊന്ന ഇവൻ്റെത് കൂടെ നമുക്കെടുക്കാം, എന്തിനാ വെറുതെ അവന് കൊടുക്കണേ? അപ്പൊ ഇവർ 2 പേരും ഇങ്ങനെ തീരുമാനിച്ചു. എന്നാ ഭക്ഷണം വാങ്ങാൻ പോകുന്നവൻ ചിന്തിച്ചു, അല്ലാഹുവേ, ഭക്ഷണത്തിനകത്ത് ഇത്തിരി വിഷം കലർത്തി കൊടുത്ത ഇവന്മാര് 2ഉം തിന്നിട്ടങ്ങ് ചാവും, എനിക്ക് 3ഉം കൂടെ ഒറ്റയ്ക്കെടുക്കാമല്ലോ പടച്ചവനെ. അതാ ചിന്തിക്കണ്ടേ. അവൻ ചിന്തിച്ചത് ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തി കൊടുത്താൽ 2ഉം കൂടെ അങ്ങ് തിന്നിട്ടങ്ങ് ചാകും, ഒറ്റയ്ക്കെല്ലാം വാരിക്കൊണ്ട് പോകാമല്ലോ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, ഈ മനുഷ്യൻ ഭക്ഷണവുമായി തിരിച്ചു വന്നപ്പോൾ ഇവന്മാര് 2 പേരും കൂടെ അവനെ കൊന്നു. എന്നിട്ട് ഇവൻ കൊണ്ടുവന്ന ഭക്ഷണം ഇവന്മാര് കഴിച്ചു, ഇവന്മാരും ചത്തു. ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നപ്പോ 3 സ്വർണത്തിന്റെ കട്ടയും അവിടെ കിടപ്പുണ്ട്, 4 മയ്യത്തും അവിടെ കിടക്കുന്നുണ്ട്. ദുനിയാവിന്റെ പുറകെ പോകുന്നവന്റെ അവസ്ഥ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പണത്തിന്റെ പുറകെ പോയ അവസാനം ഇത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ATM ഒഴിഞ്ഞതുപോലെ കിടക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണസമയം നന്നാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിറക്കെ പറഞ്ഞുകൊണ്ട് മരിക്കാൻ നമുക്ക് വല്ലാത്ത മോഹമാണല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നല്ല മരണം കിട്ടണമെങ്കിൽ പണത്തിനോടുള്ള ആർത്തിയാണ് കളയേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, വൈകുന്നേര സമയമായി റസൂലുള്ള രോഗം പിടിച്ച് കിടക്കുകയാണ്. പെട്ടെന്നെന്തോ ബോധം വന്നു. അള്ളാന്റെ റസൂല് വിളിച്ചു, ആയിഷ, ഒന്ന് പെട്ടെന്ന് ആയിഷ. റബീഉൽ അവ്വൽ 11 പാതിരാത്രിയിൽ വൈകുന്നേര സമയമായപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വരികയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് വരുവോ? ആയിഷ ബീബി എടുത്തുകൊണ്ടുവന്നു. ഓടിച്ചെന്ന് റസൂലുള്ള പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് ദിർഹം എടുത്തിട്ട് അല്ലാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പ്രവാചകൻ ആ ദിർഹം കയ്യിൽ വെച്ചിട്ടിരുന്ന് കരയുകയാ. അല്ലാന്റെ റസൂലിരുന്ന് കരയുകയാണ്. ആയിഷ ബീബി ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? ആയിഷ, ഇവന്റെ വീടിനകത്തിരിക്കുന്ന സമയത്താണ് ഞാനിന്ന് മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടൂല ആയിഷ. അതുകൊണ്ട് എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക ആയിഷ. തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദൃഹമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന് സദഖ കൊടുക്കുകയാ. അവസാനം അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് തന്റെ കയ്യിൽ 1 രൂപ പോലുമില്ല, തന്റെ വീടിനകത്ത് വിളക്കിനകത്തൊടിക്കാനുള്ള എണ്ണയില്ല. ആ പ്രവാചകന് വഫാത്തായതെങ്ങനെയെന്നറിയോ? മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്റായിലേ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കൂ അസ്റായീൽ.
സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് മലക്കുൽ മൗത്തിനോട് പറയുമ്പോ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരബിയേ, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് വരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇന്നുവരെ എന്റെ കൈവിറച്ചിട്ടില്ല, ഇന്നുവരെ എന്റെ കൈവിറച്ചിട്ടില്ല. ഇന്നെന്റെ കൈവിറക്കുന്ന നബിയേ, ഇതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അവസാന ദുർഗം പോലും തന്റെ കയ്യിലിരുന്ന അവസാനത്തെ ദുർഗം പോലും പാവങ്ങൾക്ക് കൊടുത്ത പ്രവാചകനാണിത് പറയുന്നത്. ഇന്നലിൽ മൗത്തില സക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയോ, മരണത്തിന് വല്ലാത്ത വേദനയോ. വാപ്പാ പോകുമ്പോ എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ലല്ലോ, മലക്കുൽ മൗത്ത് കിടന്നു വരുന്ന സമയമറിയില്ലല്ലോ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് നീ മരിച്ചാൽ ആദ്യം കരയേണ്ടത് വാപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പറപ്പല്ല, നാട്ടുകാരല്ല, അല്ലാഹുവിന്റെ മലക്കുകളല്ല. ഒരു മനുഷ്യൻ മരിച്ചാൽ ആദ്യം കരയേണ്ടത് ആരെന്നറിയോ? അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ وجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നെയും നിങ്ങളെയും ഒരു ഉമ്മ പ്രസവിച്ചതാണല്ലോ. ആ ഉമ്മ പ്രസവിച്ച സമയത്ത് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ. ആ പിഞ്ചു കുഞ്ഞായി എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് കടന്നു വന്നു. ആ പിഞ്ചു കുഞ്ഞായിരുന്ന എന്റെയും നിങ്ങളുടെ മുന്നിലേക്ക് ശപിക്കപ്പെട്ട ശൈത്താൻ കടന്നു വന്നു. എന്നിട്ട് നമ്മളെ നോവിക്കുകയാണ്. അവനിങ്ങനെ നുള്ളിയിട്ട് നോവിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും ഇങ്ങനെ കിടന്ന് കരഞ്ഞപ്പോ ഇവൻ നമ്മുടെ കരച്ചര കണ്ടിട്ട് ചിരിച്ചവരാ, ഇവൻ നമ്മുടെ കരച്ചര കണ്ടിട്ട് ആസ്വദിച്ചവരാ. അതുകൊണ്ട് പൊന്നുമോനെ, നീ മരിക്കുമ്പോ ആദ്യം കരകേണ്ടത് വാപ്പയല്ലടാ, ഉമ്മയല്ലടാ, ഭാര്യ മക്കളല്ലടാ, കൂടപ്പറപ്പും കൂട്ടുകാരുമല്ലടാ, നിന്റെ ചുമലിലിരിക്കുന്ന മലക്കുകളല്ല. വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികൻ മസ്റൂറാ. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ട ശൈത്താനിന്റെ വാപ്പയുടെ രൂപത്തില്, നിന്റെ ഉമ്മയുടെ രൂപത്തില്, നിന്റെ കൂട്ടുകാരുടെ രൂപത്തില് കയ്യിലെ വെള്ളവും പിടിച്ചുകൊണ്ട് ഇടതുഭാഗത്തേക്ക് കടന്നു നിന്നിട്ട് അവന് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, കുടിക്കാ വെള്ളം തരാ പൊന്നുമോള്, കുടിക്കാ വെള്ളം തരാ പൊന്നുമോള്. അല്ലാഹുവേ, ആ ശപിക്കപ്പെട്ട ശൈത്താൻ നമ്മുടെ ഈമാ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ പോടാ എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയണമടാ പൊന്നുമോള്. ആരും പറഞ്ഞു തരാതെ, ഒരു മനുഷ്യനും പറഞ്ഞു തരാതെ, ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ വേണ്ടടാ പൊന്നുമോരെ. ഓർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയുന്നത് കേട്ടുമ്പോ, നീ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുമ്പോ ശപിക്കപ്പെട്ടവന് കരയുന്നോനേ. നീ കരഞ്ഞ സമയത്ത് അവന് ചിരിച്ചടാ, എങ്കിലും നീ ചിരിക്കുന്ന സമയത്ത് അവന് കരയുന്ന ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, മരണം വെച്ച് അവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ചിരിച്ചും കളിച്ചും ആസ്വദിച്ച് സമയം കളയല്ലോ. കുല്ലും സബ്ബഹു ഫീ അഹ്ലിഹി والموت أدنى من شراك نعله.
ഒരുപാട് ചിരിക്കല്ലേടാ, ഒരുപാട് ആസ്വദിക്കല്ലേടാ. ഒരുപാട് സന്തോഷമുണ്ടാകുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലേക്കൊന്ന് നോക്കുമോനെ. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പ് നിന്റെ ബാറിനോട്, ആ നിന്റെ ബാറ്, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു, അതുപോലെ മരണം നിന്റെ കൂടെയുണ്ട് മോനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയില് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണോ? സമ്പത്തിനോടുള്ള ആർത്തി കളഞ്ഞാൽ നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ക്യാൻസർ രോഗം പിടിച്ച് പാപികളായ പാവപ്പെട്ട രോഗികള് 15 രോഗികളെ സഹായിക്കാറാണ് 28-ാം തീയതി നടക്കുന്നവര് പൊന്നുപോലുള്ള നിക്കാഹിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന മോഹത്തോടെ സംഘടിപ്പിച്ച പരിപാടിയാ മോനെ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നിന്റെ ഇടതുഭാഗത്ത് ശൈത്താൻ നിൽപ്പുണ്ട്. എന്തേ പറയുന്നതെന്നറിയുമോ? കൊടുക്കല്ലേടാ, പണമാടാ വലുത്, പണമാടാ വലുത്, നല്ല മരണമല്ല, സ്വർഗമല്ല, കൊടുക്കല്ലേ എന്ന് ശപിക്കപ്പെട്ട ശൈത്താൻ, ശപിക്കപ്പെട്ട ശൈത്താനിന്റെ ചാരത്ത് നിന്ന് പറയുന്നുണ്ട്. പോടാ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല സദക്കയിട്ടാൽ നീ മരിക്കുന്ന സമയത്ത് മോനെ അള്ളാഹു ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.